ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 4th മൊഡ്യൂളിലെ സൊല്യൂഷൻ ഓഫ് LPP ബൈ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. സോ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോൾവ് ദ ഫോളോയിങ് LPP ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. മിനിമൈസ് z equal to 4x1 plus 4x2 subject to x1 plus x2 greater than or equal to 8, 6x1 plus x2 greater than or equal to 12, where x1, x2 greater than 0. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കൊരു ഒബ്ജക്റ്റീവ് തന്നിട്ടുണ്ട്. സെഡ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റീവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ് എന്നറിയപ്പെടുന്നത് ഇത് കൺസ്ട്രൈൻസ് ആണ്. ഇതിനെ നമ്മൾ കൺസ്ട്രൈൻസ് എന്നാണ് പറയുന്നത്. കൺസ്ട്രൈൻസ്. ഇത് ഒബ്ജക്റ്റീവ് സെഡ് ഈക്വൽ ടു 4x1 പ്ലസ് 4x2 എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവാണ്. ഓക്കെ. ഇപ്പോൾ നമ്മളൊരു കമ്പനിയൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും കമ്പനിയിൽ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമൈസ് ചെയ്യാം. അതുപോലെ തന്നെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാം. ഓക്കെ, കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യാം? മാക്സിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സെഡ് ഈക്വൽ ടു 4x1 പ്ലസ് 4x2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് തന്നേക്കുന്നത്. സബ്ജക്ട് ടു ദ കൺസ്ട്രൈൻസ് x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8, 6x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ഇത് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? സെഡ് ഈക്വൽ ടു 4x1 പ്ലസ് 4x2 എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം? നമുക്ക് മിനിമൈസ് ചെയ്യണം. ഓക്കെ, ചെയ്യാം നമുക്ക്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫിക്കൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഏതിൻ്റെയൊക്കെ ഈ നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രൈൻസ് ഉണ്ടല്ലോ അവയുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 അത് ഫസ്റ്റ് വൺ. 6x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 അത് സെക്കൻഡ് വൺ. ഇത് ഈ രണ്ട് കൺസ്ട്രൈൻസിൻ്റെയും ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കതങ്ങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗിവൺ കൺസ്ട്രൈൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൺസ്ട്രൈൻ 1. ഫസ്റ്റ് കൺസ്ട്രൈൻ എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് x2 ഈക്വൽ ടു 8 ആണല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ വെൻ x1 ഈക്വൽ ടു 0, വെൻ x1 0 കൊടുക്കുക. വെൻ x1 ഈക്വൽ ടു 0, x1 ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് x2 ഈക്വൽ ടു 8. ദാറ്റ് മീൻസ് x2ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. വെൻ x1 ഈക്വൽ ടു 0, x2 വിൽ ബിക്കം 8. x2ൻ്റെ വാല്യൂ 8 ആണ് കിട്ടുക. അതുപോലെ തന്നെ വെൻ x2 ഈക്വൽ ടു 0, x2ൻ്റെ വാല്യൂ 0 ആകുമ്പോൾ x1ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. സോ നമുക്ക് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് x1 x2 പോയിൻറ്റ്സ് വന്നിട്ട് ഒന്ന് 0, 8, പിന്നെ x1ൻ്റെ വാല്യൂ 8 ആകുമ്പോൾ x2ൻ്റെ വാല്യൂ 0. ഇതാണ് ആ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് കൺസിഡർ ചെയ്യാൻ പോവുകയാണേ. കൺസ്ട്രെയിൻറ്റ് 2. സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് എടുക്കുമ്പോൾ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് 6x1 പ്ലസ് x2 ഈക്വൽ ടു 12. ഇവിടെ x1 0 എടുക്കുക. വെൻ x1 ഈക്വൽ ടു 0, x1 0 കൊടുക്കുമ്പോൾ x2ൻ്റെ വാല്യൂ എത്ര കിട്ടും? 12 കിട്ടും. ഓക്കെ, ദെൻ വെൻ x2 ഈക്വൽ ടു 0, x2ൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ 6x1 ഈക്വൽ ടു 12 ആൻഡ് x1 ഈക്വൽ ടു 12/6 ദാറ്റ് ഈസ് 2. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. x1 x2 x1ൻ്റെ വാല്യൂ 0 ആകുമ്പോൾ x2ൻ്റെ വാല്യൂ 12 ആണ്. x2ൻ്റെ വാല്യൂ 0 ആകുമ്പോൾ x1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പോയിൻറ്റ്സ് കിട്ടി. ആ പോയിൻറ്റ്സ് വെച്ചിട്ട് ഉള്ള ഗ്രാഫാണ് ഈ പ്ലോട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഒന്ന് ഈ 0,8 ആൻഡ് 8,0. അതായത് ഇത് ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് ആണ്. അതായത് ഇത് കൺസ്ട്രെയിൻറ്റ് x1 പ്ലസ് x2 ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറയുന്ന ആ ഒരു കൺസ്ട്രെയിൻറ്റിൻ്റെ ഗ്രാഫാണ് ഇതെന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്
6x1 plus x2 greater than or equal to 12. 6x1 plus x2 greater than or equal to 12. ഇത് ഫസ്റ്റ് വൺ x1 plus x2 greater than or equal to 8. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 6x1 plus x2 greater than or equal to 12. അതായത് ഈ ഒരു ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിലാണ് വരിക ആണല്ലോ. അതുപോലെ തന്നെ x1 plus x2 greater than or equal to 8 എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഇത് രണ്ടിൻ്റെ കോമൺ ആയിട്ട് വരുന്ന കോമൺ റീജിയൺ എന്ന് പറയുന്നത് ഏതാണ്? ഈ റീജിയൻസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. എന്താണ് ഫീസിബിൾ റീജിയൻ? ഫീസിബിൾ റീജിയൻ, ഈ ഫീസിബിൾ റീജിയനിൽ വരുന്ന പോയിന്റ്സ് ഒന്ന് എ, ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എ 0,12, ബി, ബിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് ഈ ഒരു പോയിന്റ് ആണ് സി ഓഫ് 8,0. ഓക്കെ, എ 0,12, ബിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല, ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കേ, ഇതൊരു കോമൺ റീജിയൻ ആണല്ലോ. അപ്പോൾ 6x1 plus x2 greater than or equal to 12, x1 plus x2 greater than or equal to 8. ഈ രണ്ട് ഗ്രാഫും കൂടെ ക്രോസ് ചെയ്ത് വരുന്ന പോയിന്റാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. 6x1 plus x2 equal to 12, x1 plus x2 equal to 8. ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് x1 എങ്ങനെ എഴുതാം? x1 equal to 8 minus x2 എന്ന് എഴുതിക്കൂടെ? ഈ 8 minus x2ന് നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അന്നേരം എന്ത് കിട്ടും? 6 into 8 minus x2 plus x2 equal to 12. 6 8s are 48. 48 minus 6x2 plus x2 equal to 12. Okay, 48 minus 6x2 plus x2 equal to 12. Minus 6x2 plus x2 becomes minus 5x2. അപ്പോൾ എന്ത് കിട്ടും? 48 minus 5x2 equal to 12. അതായത് 5x2 equal to 48 minus 12, that is 36. x2 equal to 36 by 5. 36 by 5 എന്ന് പറയുന്നത് 7.2 ആണ്. അപ്പോൾ x2ൻ്റെ വാല്യൂ നമുക്ക് 7.2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. x1 എന്ന് പറയുന്നത് 8 minus 7.2, that is 0.8. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബിൻ്റെ വാല്യൂ, ഇവിടെ ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയാൽ മതി, 0.8, 7.2. അപ്പോൾ 0.8, 7.2 ഇങ്ങനെ വരുന്നത്. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എ 0,12, ബിൻ്റെ വാല്യൂ 0.8, 7.2, സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8,0. അങ്ങനെ 3 പോയിന്റ്സ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ 3 പോയിന്റ്സിലും നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമം ആകുന്നത് ഏത് പോയിന്റിലാണ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് z ഈക്വൽ ടു എന്താ? z ഈക്വൽ ടു 4x1 പ്ലസ് 6x2 ഇങ്ങനെയാണ് വരുന്നത്. 4x1 പ്ലസ് 6x2. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് 0,12 ആണ്. അപ്പോൾ അറ്റ് 0,12 സെഡിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സെഡ് എ ഈക്വൽ ടു 4 ഇൻറ്റു x1ൻ്റെ വാല്യൂ 0 പ്ലസ് 6 ഇൻറ്റു x2ൻ്റെ വാല്യൂ 12 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 72. ഓക്കെ, ഇനി സെഡ് അറ്റ് ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ് 0.8, 7.2. അപ്പോൾ സെഡ് ബി ചെയ്യുമ്പോൾ 4 ഇൻറ്റു 0.8 പ്ലസ് 6 ഇൻറ്റു x2ൻ്റെ വാല്യൂ 7.2 ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 46.4 ആണ് കിട്ടുക. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പോൾ സെഡ് അറ്റ് സി എന്ന് പറയുന്ന പോയിന്റ് 8,0 ആണ്. 8,0. സെഡ് അറ്റ് സി ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 8 പ്ലസ് 6 ഇൻറ്റു
0 which is equal to 32. അപ്പോൾ ഈ ഒരു 3 പോയിന്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും മിനിമം ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ്. സിയിലാണ്, സെഡ് സിയിലാണ് ആക്ച്വലി എന്ത് നമുക്ക് മിനിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അറ്റ് ദ പോയിന്റ് x1 ഈക്വൽ ടു 8 ആൻഡ് x2 ഈക്വൽ ടു 0യിലാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള സെഡ് മിനിമം കിട്ടുക. ആ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, ഇതിൻ്റെ മാക്സിമത്തിൻ്റെ പ്രോബ്ലം ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.